നമസ്കാരം. അമേരിക്കയുടെ നുണപ്രചരണങ്ങളെയും മുതലെടുപ്പുകളെയും വിശ്വസിച്ച് ഇറാനെ തള്ളിക്കളയാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തുന്നു എന്ന് ആരോപിച്ചു കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്തിരിക്കുകയാണ് ഇന്ത്യ. ജനുവരി 23 നടന്ന കൗൺസിലിന്റെ 39ാമത് പ്രത്യേക സമ്മേളനത്തിലാണ് പാശ്ചാത്യ പിന്തുണയുള്ള ഈ നീക്കത്തിനെതിരെ ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയത്. ചൈന, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ മറ്റ് 6 രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ നിലകൊണ്ടത്. 47 അംഗ കൗൺസിലിന്റെ 25 വോട്ടുകൾക്ക് പ്രമേയം പാസായപ്പോൾ 7 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. 14 രാജ്യങ്ങളിൽ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. എന്തായാലും ഡിസംബർ 28 ആരംഭിച്ച പ്രതിഷേധങ്ങളിൽ സമാധാനപരമായി പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായും പ്രമേയം കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുന്ന വസ്തുതാ അന്വേഷണ ദൗത്യത്തിന്റെ കാലാവധി 2 വർഷത്തേക്കും പ്രത്യേക റിപ്പോർട്ടുകളുടെ ചുമതല 1 വർഷത്തേക്കും നീട്ടാനാണ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധ കൊലപാതകങ്ങൾ, നിർബന്ധിത തിരോധാനങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളിൽ അടിയന്തര അന്വേഷണം വേണമെന്നാണ് പ്രമേയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്നും UN മനുഷ്യാവകാശ കമ്മീഷണർ വോൾക്കർ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട ഇത്തരം അന്വേഷണ പ്രമേയത്തെ ഇന്ത്യ നേരിട്ട് എതിർക്കുന്നത് ഇത് ആദ്യമായാണ്. 2022-ലും 2024-ലും സമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ചെയ്തത്. ഒരു പ്രത്യേക രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രമേയങ്ങളോട് അന്വേഷണങ്ങളോടും ഇന്ത്യയുടെ നയപരമായ വിയോജിപ്പാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഇറാനിലെ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങളും ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. 2025 സെപ്റ്റംബറിൽ അമേരിക്ക ചബഹാറിനുള്ള ഉപരോധ ഇളവുകൾ പിൻവലിച്ചു എങ്കിലും ഇന്ത്യക്ക് ഏപ്രിൽ 26 വരെ പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വീകരിച്ച ഈ നിലപാടിനെ ഇറാൻ സ്വാഗതം ചെയ്യുകയാണ്, അല്ലെങ്കിൽ 2 കൈകളും നീട്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ നിലപാട് നീതിയുടെയും ദേശീയ പരമാധികാരത്തിന്റെയും വിജയമാണെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം വലിയ നയതന്ത്ര പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. പരസ്പരം ശത്രുത പുലർത്തുന്ന ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒരുപോലെ ഒരേ വേദിയിൽ ഇറാന് അനുകൂലമായി നിലകൊണ്ടത് അപൂർവ കാഴ്ചയാണ്.